CPIയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷം പിന്നീട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ തോൽവി സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തലുകളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ സംഘടനാ തലത്തിൽ ഉള്ള വിലയിരുത്തലുകൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തുന്നതിനുള്ള CPIഎമ്മിന്റെ സംസ്ഥാന സമിതി യോഗം ആണ് 2 ദിവസങ്ങളിലായി നടക്കുന്നത്. പരാജയം സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും അതോടൊപ്പം തന്നെ പോളിറ്റ് ബ്യൂറോയുടെയും വിലയിരുത്തലുകൾ ആണ് സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ സംസ്ഥാന സമിതിയിലേക്ക് ഈ റിപ്പോർട്ട് എത്തുമ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രിക്ക് വലിയ വിമർശനം ഉണ്ടായേക്കാം സംസ്ഥാന സമിതിയിൽ എന്ന സൂചനകളുണ്ട്. അതോടൊപ്പം തന്നെ CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും വിമർശനങ്ങൾ ഉയർന്നേക്കാം എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നേരത്തെ തന്നെ ഈ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും തുറന്ന അഭിപ്രായ പ്രകടനം ആണ് നടത്തേണ്ടത് എന്ന് പാർട്ടി തന്നെ നേരത്തെ തീരുമാനിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ തോൽവിക്ക് അടിസ്ഥാനമായിട്ടുള്ളത്? സംഘടനാ തലത്തിലെ പിഴവാണോ, അതല്ലെങ്കിൽ നേതാക്കളിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചതാണോ, ഭരണവിരുദ്ധ വികാരം ആയിരുന്നോ, എന്തുകൊണ്ടാണ് ഇത്രമേൽ വലിയൊരു തോൽവി ആസന്നമായത് എന്നത് ഉൾപ്പെടെ ആണ് പരിശോധിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുള്ളത്, പ്രതിപക്ഷ നേതാവ്, ഒപ്പോസിഷൻ ലീഡർ ആര് എന്നത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അവിടെ കൃത്യമായും ചർച്ച ചെയ്യപ്പെടുന്ന പേരുകൾ അത് പിണറായി വിജയൻ്റെയും അതോടൊപ്പം തന്നെ KN ബാലഗോപാലിൻ്റെതുമാണ്. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് എങ്കിലും അദ്ദേഹം അതിന് സന്നദ്ധനാകുമോ എന്നതിൽ വ്യക്തതയില്ല. മുതിർന്ന നേതാവാണ്, ഒപ്പം മുഖ്യമന്ത്രിയായിരുന്ന ആൾ കൂടിയാണ്. ഇപ്പോഴും പ്രതിപക്ഷത്തെ നയിക്കാൻ ഏറ്റവും മികവാർന്ന നേതൃത്വം പിണറായിയുടേത് എന്ന് തന്നെയാണ് പൊതുവിൽ ഉയരുന്ന അഭിപ്രായം. പക്ഷേ അദ്ദേഹം സന്നദ്ധനല്ല എങ്കിൽ തീർച്ചയായും KN ബാലഗോപാലിൻ്റെ പേരിലേക്ക് എത്തും എന്നതാണ്. നേരത്തെ PBയുടെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണം കേരളത്തിൽ തന്നെ തീരുമാനിക്കട്ടെ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആര് എന്നതായിരുന്നു. അങ്ങനെയെങ്കിൽ അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. VV അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഒരു ഭാഗത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവ് ആര് എന്നതും തീരുമാനിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണല്ലോ പാർട്ടിയിൽ ഈ തോൽവിയുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ, വിമർശനങ്ങൾ, അത് പാർട്ടി ഉൾക്കൊള്ളുക, അതിനെ ചർച്ച ചെയ്യുക എന്നത്. തീർച്ചയായിട്ടും CPIഎമ്മിന്റെ ചരിത്രത്തിലില്ലാത്ത തോൽവിയാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത്. സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, CPIഎം അവരുടെ ഏറ്റവും ഉറച്ച കോട്ടകളായി കരുതുന്ന കണ്ണൂർ ജില്ല CPIഎമ്മിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം, മറ്റൊന്ന് സംഘടനാപരമായി ഏറെ ശേഷിയുള്ള, ഒരുപക്ഷെ കണ്ണൂരിനോളം തന്നെ CPIഎം സംഘടനാശേഷിയുണ്ടെന്നവർ വിശ്വസിച്ചിരുന്ന കൊല്ലം, അതുപോലെ തന്നെ വിപ്ലവ മണ്ണായ ആലപ്പുഴ, ഈ 3 ഇടങ്ങളിലും CPIഎം നേരിട്ടത് സമാനതകളില്ലാത്ത തിരിച്ചടിയാണ്. പാർട്ടി കോട്ടകൾ ഒലിച്ചു പോകുന്നത് അവിശ്വസനീയതയോടുകൂടിയാണ് CPIഎം നേതൃത്വം കണ്ടുനിന്നത്. തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ തോൽവി ഉണ്ടായേക്കാം, പക്ഷേ അത് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലോ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാവുന്ന ഒരു വിജയമെങ്കിലും രീതിയിലെങ്കിലും പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പരാജയം ഉണ്ടാകുമെന്ന് CPIഎം നേതാക്കൾ കണക്ക് കൂട്ടിയിരുന്നു. പക്ഷേ എല്ലാ പ്രതീക്ഷകളും തകിടം മറിച്ചുകൊണ്ടാണ് പാർട്ടി ഒലിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു പരാജയത്തിലേക്ക് CPIഎം പോയത്. കണ്ണൂരിലും കാസർഗോഡും CPIഎമ്മിന്റെ ഉറച്ച സീറ്റുകൾ ഒരു കാലത്തും നഷ്ടപ്പെട്ടില്ലെന്നവർ ആത്മവിശ്വാസത്തോടെ കണ്ട സീറ്റുകളാണ് ഇത്തവണ നഷ്ടപ്പെട്ടത്. ആ സാഹചര്യത്തിലാണ് CPIഎമ്മിന്റെ സംസ്ഥാന സമിതി യോഗം. നേരത്തെ സംസ്ഥാന സെക്രട്ടറി ചേർന്ന പ്രാഥമിക വിലയിരുത്തൽ നടത്തിയിരുന്നു. അതിനുശേഷം 2 ദിവസത്തെ സംസ്ഥാന കമ്മിറ്റി യോഗമാണ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. അതിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാര്യകാരണങ്ങൾ പരിശോധിക്കപ്പെടും. അപ്പോഴും ഒരു വിലയിരുത്തലിലേക്ക് CPIഎം എത്തില്ല. കാരണം പതിവിൽ നിന്ന് വിരുദ്ധമായി ഇത്തവണ കീഴ്ഘടകങ്ങൾ കൂടി ചർച്ച ചെയ്ത് അവിടെ നിന്നുള്ള അഭിപ്രായങ്ങൾ കൂടി ക്രോഡീകരിച്ച് ആകും CPIഎം പിന്നീട് ജൂണിൽ സംസ്ഥാന കമ്മിറ്റി ചേർന്ന തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കുക. സംസ്ഥാന സെക്രട്ടറിയുടെ പ്രാഥമിക റിപ്പോർട്ട് സംസ്ഥാന സമിതിക്ക് മുമ്പാകെ വയ്ക്കും. പോളിറ്റ് ബ്യൂറോ യോഗത്തിലുണ്ടായ ചർച്ചകളും അവിടെ ഉണ്ടായ നിർദ്ദേശങ്ങളും ഈ യോഗത്തിന് മുമ്പാകെ വയ്ക്കും. അത്തരത്തിലാണ് CPIഎമ്മിന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ചകൾ ഉണ്ടാവുക. സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമുണ്ടായെന്ന് CPIഎമ്മിന്റെ നേതാക്കൾ രഹസ്യമായി സമ്മതിക്കുന്നു. ഘടകകക്ഷിയുടെ ചർച്ചകളിൽ അത്തരം വികാരം ഉയർന്നു വന്നു. പിണറായി വിജയനെതിരായ നെഗറ്റീവ് ഫാക്ടർ വോട്ടായി മാറി. പിണറായിക്ക് വേണ്ടിയാണ് 2021 പിണറായി എന്ന മുഖ്യമന്ത്രിക്കുള്ള ജനസമ്മതി കൂടിയായ 2021 വലിയ വിജയം. ഇത്തവണ പരാജയമുണ്ടാകുമ്പോഴും പിണറായി തന്നെയാണ് പ്രധാന കാരണക്കാരെന്ന വിമർശനം CPIഎമ്മിൽ വലിയ രീതിയിൽ സജീവമാണ്. ഘടകകക്ഷികൾ അത് സജീവമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൂടി സംസ്ഥാന സമിതി ഉയർന്നു വരുമോ? പിണറായി
വിജയനെതിരെ രൂക്ഷ വിമർശനം സംസ്ഥാന സമിതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പാർട്ടി സെക്രട്ടറിക്കെതിരെ വലിയ അവമതിപ്പ്, അതൃപ്തി പാർട്ടി എല്ലാ ഘടകങ്ങളിലുമുണ്ട്. സെക്രട്ടറിയുടെ നിലപാടുകളും പ്രസ്താവനകളും ഒക്കെ പാർട്ടിയെ പിന്നോട്ടടിച്ചു എന്ന വിമർശനമുണ്ട്. അത്തരം കാര്യങ്ങൾ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ജില്ലയിൽ പോലും പാർട്ടി ഇത്തരത്തിൽ പിന്തള്ളപ്പെട്ടു പോകാൻ മുഖ്യമന്ത്രിയുടെ മണ്ഡലം ധർമ്മടത്ത് പാർട്ടി ഈ രീതിയിൽ ആദ്യഘട്ടങ്ങളിലെങ്കിലും 6 റൗണ്ടിൽ പിന്നിൽ പോകാൻ കാരണമൊക്കെ പാർട്ടി സെക്രട്ടറിയുടെ തീരുമാനങ്ങൾ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കിയത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ തിരിച്ചടിച്ചു എന്ന വിമർശനങ്ങൾ ശക്തമാണ്. രക്തസാക്ഷി ഫണ്ട് വിവാദം അവിടെ ഉണ്ടായിട്ടും ജനങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ വികാരം ഉൾക്കൊള്ളാൻ നേതൃത്വത്തിന് കഴിയാതെ പോയത് വലിയ തിരിച്ചടിയായെന്ന വിലയിരുത്തലുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഇന്നത്തെ ചർച്ചയിൽ ഉയർന്നു വരും. അഭിലാഷ് ചോദിച്ചതുപോലെ മറ്റൊരു തീരുമാനം ഉണ്ടാകേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിലാണ്. പാർട്ടിയുടെ സംസ്ഥാന സമിതിയുടെ ഇന്നത്തെ അജണ്ടയിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. പൊളിറ്റ് ബ്യൂറോ നിർദ്ദേശിച്ചത് സംസ്ഥാനം തീരുമാനിക്കാനായിരുന്നു. ഒരുപക്ഷേ ഇന്ന് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരെന്ന തീരുമാനം വന്നാൽ സംസ്ഥാനത്തുള്ള PB അംഗങ്ങൾ 3 പേർ പിണറായി വിജയനും MV ഗോവിന്ദനും A വിജയരാഘവനും കൂടിയാലോചിച്ച ശേഷം ഒരു നിർദ്ദേശം, അതിന് നേരത്തെ തന്നെ PBയുടെ അനുമതി ഉണ്ടാകും. ആ നിർദ്ദേശം സംസ്ഥാന സമിതിക്ക് മുമ്പാകെ വയ്ക്കും. സംസ്ഥാന സമിതി ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കും. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന അഭിപ്രായമുള്ളവരാണ് CPM-ൽ ഏറെയും. ഘടകകക്ഷികൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിലും അത് CPM പരിഗണിക്കില്ല. CPM ആണ് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കേണ്ടത്. പിണറായി വിജയൻ സന്നദ്ധനല്ലെന്ന് മാറി നിൽക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ സംസ്ഥാന സമിതിയിൽ ഭൂരിപക്ഷ അഭിപ്രായവും കടുത്ത വിമർശനവും പിണറായിക്കെതിരെ ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി വരാനുള്ള സാധ്യത അടയൂ. അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പ്രതിപക്ഷ നേതാവാകും. പിണറായി മാറിയാൽ KN ബാലഗോപാൽ കേന്ദ്ര കമ്മിറ്റി അംഗം, മുൻ ധനമന്ത്രി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരും. അല്ലെങ്കിൽ അദ്ദേഹം ഉപനേതാവെന്ന പദവിയിലേക്കാകും എത്തുക. ഉപനേതാവ് പദവി തികച്ചും സാങ്കേതികമാണ്. അത് അത്തരം ഒരു പദവി ഉള്ളതല്ല. എങ്കിൽ പോലും 96 മുതൽ അങ്ങനെ ഒരു ഉപനേതാവ് പദവി പലർക്കും കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. അത് CPI ആവശ്യപ്പെടുന്നെങ്കിലും അവർക്ക് നൽകേണ്ട എന്ന പൊതുധാരണ CPM-ൽ ഉണ്ടായിട്ടുണ്ട്. CPI അത് പരസ്യമായി ചോദിച്ചതിൽ പോലും വലിയ അതൃപ്തി മുന്നണി നേതൃത്വത്തിനുമുണ്ട്. പ്രതിപക്ഷ നേതാവ് ആര്, ഉപനേതാവ് ആര് എന്നത് സംബന്ധിച്ച് തീരുമാനത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടിക്കേറ്റ കനത്ത തോൽവി, നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തോൽവികളിൽ ഒന്ന് എന്ന് തന്നെ പറയാം. പാർട്ടി കോട്ടകൾ അടക്കം ഇളകിയ തെരഞ്ഞെടുപ്പാണ്. അത് തിരിച്ചു പിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളും കൂടിയാലോചനകളും ഇപ്പോഴേ ആരംഭിക്കേണ്ടതുണ്ട്. അതിനാദ്യം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നത് സംബന്ധിച്ച് കൃത്യമായ അവലോകനങ്ങളിലൂടെ കണ്ടെത്തുക എന്താണ് തോൽവിയുടെ കാരണം എന്നത് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.